നൊങ്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. അതെ, നമുക്ക് ഇക്ബാല് അവിടുന്ന് നൊങ്ക് കഴിച്ചൊരു കാഴ്ച, അപ്പൊ നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പാലക്കാട്ടേക്ക് നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോഴേ ഹൈവേയുടെ രണ്ട് സൈഡിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരിയൊക്കെ കഴിയുന്ന സമയത്ത് രണ്ട് സൈഡിലും ഈ നൊങ്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? അത് കാണുമ്പോൾ ബുള്ളറ്റിൽ ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളല്ലേ? അതെ, പ്രത്യേകിച്ച് നമ്മൾ പാലക്കാട് പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമല്ലോ ബുള്ളറ്റിൽ. നല്ല ചൂടുള്ള സമയത്ത് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു തണുപ്പാ. വണ്ടി നിർത്തി അടുത്തിരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ആ പാലക്കാടിന്റെ ഒരു പരിസ്ഥിതിയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു സൈഡിലൊക്കെ ഇരുന്ന്. പക്ഷെ ചൂടുള്ള സമയത്ത് നല്ല റോഡിലൂടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ചൂടൊഴിച്ചു നിർത്തിയാൽ പാലക്കാട് സൂപ്പറാണ് അല്ലേ? എന്റെ വീട്ടിലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, വീടിന്റെ ഉള്ളിലിരിക്കാനും പറ്റില്ല. കൊല്ലംകോടൊക്കെ നമ്മൾ പറയുമ്പോഴും പകൽ സമയത്ത് അതുവഴി യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. റോഷിബാല് പറയായിരുന്നു ഡോക്ടർ അരുൺ, ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ മഴയൊന്ന് ചാറിയെന്ന്. അത് കേട്ടപ്പോ ഒരു സങ്കടം. വേനൽമഴ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വടക്കൻ കേരളത്തിൽ ചൂടായിരിക്കും, ചൂടന്മാർ വടക്കൻ കേരളത്തിലാണെന്നാണല്ലോ പൊതുവെ പറയുന്നത്.